വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് എന്ന അഡ്രസ്സിൽ ഒരു സമൻസ് വരുന്നു എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ മകന് ഈ പറയുന്ന ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ EDയുടെ മുമ്പിൽ ഹാജരാകണം. കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ PR ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നവരെ കാര്യങ്ങൾ നീങ്ങി. ഇപ്പോൾ പിണറായി വിജയൻ അമിത്ഷായുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്, ഈ കഴിഞ്ഞ ദിവസം മോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. എല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പം എന്തോ ഒക്കെ നടക്കുന്നില്ലേ? അല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ 2023 ED ഒരു നോട്ടീസ് അയക്കുന്നു. ഒരു നോട്ടീസ് അയച്ചാൽ സാധാരണ ED ചെയ്യാറുള്ളത് എന്തോ 23 നോട്ടീസ് അയച്ചു, ഇത്ര ദിവസിക്കാൻ ഹാജരാവണം. അതെ, ഇതിപ്പോൾ 25 ഇത്രയും ദിവസം ED എവിടെ ആയിരുന്നു? അല്ല, ഞാൻ ന്യായം പറയുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് നമ്മൾ പല ഘട്ടങ്ങളിലും EDയുടെ പ്രവർത്തനം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു നോട്ടീസ് ആ സമയത്ത് ഹാജരായില്ലെങ്കിൽ അതിന് അല്ലെങ്കിൽ വീണ്ടും കൊടുത്തിട്ട് നമുക്ക് ഹാജരാക്കാൻ പറ്റത്തില്ലെങ്കിൽ അവർക്ക് എടുത്ത് അതിന് കാരണം ബോധിപ്പിക്കുന്നു. മൂന്നാമത് അവർ ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയുണ്ടല്ലോ. എന്തുകൊണ്ട് 2023 ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് ഉണ്ടായിരുന്നെങ്കിൽ ഇയാളെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്ത് ഇയാൾ ഇവിടെ അന്നേരം നമുക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുള്ള, അല്ലെങ്കിൽ കോടതി പോലും പ്രത്യേക അധികാരം കൊടുത്തിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസിയാണല്ലോ ED. അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം അവിടെ പോകുന്നു. അദ്ദേഹം വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ടിൻ്റെ കാര്യം സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ അവരാവശ്യപ്പെട്ട ഫണ്ട് കേന്ദ്രം കൊടുത്തില്ല. അപ്പോൾ അതിനകത്ത് രണ്ടുപേർക്കും രണ്ട് ആർഗ്യുമെൻ്റ് കാണുമായിരിക്കും. ഒരുപക്ഷെ കേന്ദ്രം ഇവിടുത്തെ കണക്ക് കൊടുക്കാത്തതിൻ്റെ അല്ലെങ്കിൽ അതിന് കാരണങ്ങൾ പറയുന്നുണ്ടാകും. ആരുടെ ഭാഗത്താ തെറ്റെന്ന് പറയുന്നില്ല. ഇദ്ദേഹം അതിനു വേണ്ടിയാണ് അവിടെ ചെന്നത്. അമിത്ഷാ കണ്ടതിൻ്റെ വിവരങ്ങളോ കാര്യങ്ങളോ ഒരുപക്ഷെ നമുക്കറിയത്തില്ല, അതിൻ്റെ വ്യക്തത വരുത്തി പറഞ്ഞിട്ടില്ല. പക്ഷേ മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന ഈ ആരോപണം പിണറായി വിജയൻ അഴിമതിക്കാരനാണ്. ശരി, അഴിമതിക്കാരനായിരിക്കാം. നമുക്കതിനകത്ത് പുള്ളി അഴിമതിക്കാരനാണോ അഴിമതിക്കാരനല്ലയോ എന്നുള്ളതിനെപ്പറ്റി എനിക്ക് അഭിപ്രായമൊന്നുമില്ല. എനിക്ക് വ്യക്തത വരുത്തി പറയാൻ അറിയത്തുമില്ല. കാരണം പക്ഷേ ഈ ആക്ഷേപത്തിനകത്ത് പിണറായി വിജയൻ്റെ മകനെയും മകളെയും രക്ഷപ്പെടുത്തുന്നതിൻ്റെ പിറകിൽ ഒരു അല്ലെങ്കിൽ ഒരു BJP ഉണ്ട്, അല്ലെങ്കിൽ ഒരു നരേന്ദ്രമോദി ഉണ്ട്, ഒരു അമിത്ഷാ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും നമ്മളീ പറയുമ്പം നമ്മൾ BJP ഒന്നുമല്ല, അല്ലെ BJPയുടെ പുറത്ത് താല്പര്യമൊന്നുമില്ല. ഇപ്പം മോദി ചെയ്യുന്ന കാര്യങ്ങൾ ശരിയുള്ള കാര്യങ്ങൾ ശരിയാന്ന് പറയാനേ പറ്റത്തുള്ളൂ. പിണറായി വിജയൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ലാത്തതെന്നല്ലേ പറയാൻ പറ്റൂ. നമുക്ക് വ്യക്തതയുള്ള കാര്യത്തിനകത്ത് എടുക്കുന്ന നിലപാടിനകത്ത് അപ്പം ഇതാരെയാ ശരിക്കും ആക്ഷേപിക്കുന്ന കേന്ദ്ര ഏജൻസി ED എന്ന് പറയുന്ന സംവിധാനം കേന്ദ്ര ഏജൻസിയാണ്. ആ ED 2023 ഒരു നോട്ടീസ് കൊടുക്കുന്നതിനകത്ത് 25 വരെ നോട്ടീസ് കൊടുത്തിട്ട് പിണറായി വിജയൻ്റെ മകന് വേണ്ടി കാത്തിരുന്ന ED എന്ന് പറയുമ്പോൾ അതിൻ്റെ പിറകിൽ ഈ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറകിൽ എന്തോ അതിനകത്ത് ഏതാണ്ട് ഇടപെടൽ നടന്നിട്ടുണ്ട്. ഇപ്പം അന്ന് നോട്ടീസ് കൊടുത്തപ്പം ഇതുപോലെ പിണറായി വിജയൻ ഒരുപക്ഷെ നമ്മൾ സാധാരണക്കാരൻ്റെ വിചാരം നരേന്ദ്രമോദിയായിട്ട് വലിയ ബന്ധമാണ്, അപ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും പറഞ്ഞു കാണും, അതുകൊണ്ട് ചവിട്ടി പിടിച്ചതാണ്. ഇപ്പം വീണ്ടും അത് പുറത്തു വന്നപ്പോൾ വീണ്ടും അദ്ദേഹം അവിടെ കാണാൻ പോയി, വേറെ കാര്യങ്ങൾക്ക് അവിടെ ചെന്നു, അരമണിക്കൂർ ചർച്ച നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം പിണറായി വിജയനെ പറ്റിയുള്ള ആക്ഷേപം പുള്ളി വലിയ അഴിമതിക്കാരനാണ്. പുള്ളിയുടെ മകൾ ഏതാണ്ട് മാസപ്പടി കേസിൽ 1 കോടി രൂപ മേടിച്ചിരിക്കുന്നു. പിന്നെ ഈ പറയുന്ന പോലെ മകൻ്റെ പേരിൽ അഴിമതി, ലൈഫ് മിഷൻ അഴിമതി, ജയശങ്കർ കെയർ ഓഫിൽ അഴിമതി, ഇത്രയും അഴിമതി, സ്വർണ്ണക്കള്ളക്കടത്ത് അഴിമതി, ഇത്രയും അഴിമതി അന്വേഷിക്കാൻ വിവിധ ഏജൻസികൾ ഈ രാജ്യത്തില്ലേ സിനു? നമ്മളീ പറയുമ്പം നമ്മൾ പല കേസുകളും നോക്കുമ്പം കേന്ദ്രം ഇടപെടുന്ന ഏത് രീതിയിലാണെന്ന് ചോദിച്ചാൽ ചിദംബരത്തെ പിടിച്ച് 100 ദിവസം അകത്തിട്ടില്ലേ? കവിതയെ പിടിച്ചകത്തിട്ടില്ലേ? ഇതിനെക്കാട്ടി തമിഴ്നാട്ടിൽ എത്ര മന്ത്രിമാരെ പിടിച്ചകത്തിട്ടിരിക്കുന്നു, എത്ര പേര് അകത്തിരിക്കുന്നു? അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ വലിയ നേതാവിനെ പിടിച്ച് എത്ര ദിവസം അകത്ത് വെച്ചു? അപ്പോൾ അഴിമതി. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ പിറകിൽ ഉള്ള അഴിമതിക്കകത്ത് പിണറായി വിജയനെ പിടിച്ച് അകത്ത് വെക്കാനോ അദ്ദേഹത്തിൻ്റെ പേരിൽ കുറ്റം ചാർത്താനോ പ്രാപ്തമായ തെളിവുകൾ അവരുടെ കയ്യിലില്ല. ഈ പറയുന്നത് പോലെ പിണറായി വിജയൻ നിസ്സാരക്കാരനല്ലല്ലോ. ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെങ്കിലും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ അത്തരത്തിൽ നടപടിയെടുക്കണമെങ്കിൽ അതിന് വ്യക്തമായ തെളിവ് വേണം. എവിടെയെങ്കിലും നിന്ന് കുറേ മാധ്യമങ്ങൾ ഇങ്ങനെ പിണറായി വിജയൻ അഴിമതിക്കാരനെ, മകളെ രക്ഷിക്കാൻ വേണ്ടി പിണറായി മോദിയെ കണ്ടു, മോദി അല്ലെങ്കിൽ മകനെ രക്ഷിക്കാൻ വേണ്ടി മോദിയെ കണ്ടു എന്ന് പറയുമ്പോൾ അങ്ങനെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. മാത്രമല്ല ഇപ്പോൾ വേറൊരു കാലങ്ങളായിട്ട് വരുന്നൊരു കേസ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അതിൻ്റെ അല്ലെങ്കിൽ ഒരുമാതിരി കാര്യങ്ങൾ ചിന്തിക്കുന്നത് പിണറായി വിജയൻ്റെ ലാവലിൻ കേസ് ഇപ്പോൾ 40 ദിവസം മാറ്റിവെച്ചു. ലാവലിൻ മാറ്റിവെച്ചു. അതിനകത്തെല്ലാം കേന്ദ്രത്തിൻ്റെ ഇടപെടലുണ്ട്. കേന്ദ്രത്തിൻ്റെ ഇടപെടൽ സുപ്രീം കോടതി പോയിട്ട്
ഈ പ്രധാനമന്ത്രിക്ക് വിളിക്കാൻ പറ്റൂ. സുപ്രീം കോടതിയിൽ ഇന്ന് പിണറായി വിജയന്റെ ഒരു കേസ് എടുക്കുന്നു, ഈ ദിവസം ഈ കേസ് മാറ്റി വെക്കുന്നു. അന്നുള്ള ജഡ്ജിയാണെന്നും അടുത്ത ഡേറ്റിന് വരുന്നത് അല്ല. നമുക്കിപ്പോൾ സ്വാധീനിക്കാൻ പറ്റുന്നത് എല്ലാവരും ഒരുപോലെ സ്വാധീനിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഒരേ ജഡ്ജിമാർക്കകത്ത് അഴിമതി ഉള്ളവരുണ്ടെന്ന് വെച്ചു, അഴിമതി ഇല്ലാത്തവരും കാണുമല്ലോ. കാരണം വിരലുണ്ടാവുന്നൊരു ആരെടുത്ത ജഡ്ജി എന്ന് പറയാൻ പോസ്റ്റിങ്ങിനകത്ത് കയറിയിരിക്കുന്ന ദിവസമല്ലേ അറിയത്തുള്ളൂ. ആ ദിവസം അത് മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ പിണറായി വിജയന്റെ ആ കേസിന്റെ യഥാർത്ഥ കഥ എന്താണെന്നറിയും? യഥാർത്ഥ കഥയെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അഴിമതിക്കാരനല്ലെന്ന് പറഞ്ഞിട്ട് ഈ കേസ് ഇവിടുന്ന് തള്ളിയതാണ്. CBI ആണ് വീണ്ടും അതിന് റിട്ട് ഹർജി കൊടുത്തിരിക്കുന്നത്. അതിന്റെ പുറകിൽ കേന്ദ്രമുണ്ട്, മനസ്സിലാവുന്നു. പക്ഷേ CBIക്ക് ഇതുവരെ ഇയാളുടെ പേരിലുള്ള കുറ്റം ആദ്യമേ ചോദിക്കുന്നത് എന്താണ്? ഒരു കേസ് ഉള്ളത് കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞ് തള്ളുന്ന കേസ് പരിഗണിക്കുന്നതിൻ്റെ ആദ്യമേ കോടതി ചോദിക്കുന്നതെന്ന് പറയും, അതിന് തെളിവ് ചൂണ്ടുകയാണ്. തെളിവിട്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ അന്നേരം തള്ളിക്കളെ. ഇതുവരെ CBIയുടെ ഉദ്യോഗസ്ഥന്മാരോ അവരുടെ ഇതിനകത്ത് ഓരോ ദിവസം പറയുമ്പോഴും ഞങ്ങൾക്ക് സമയം വേണം. ഈ പിണറായി വിജയനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോ മറ്റു കാര്യങ്ങളോ ഇതുപോലത്തെ കേസുകൾ തന്നെ കൂടുതലായിട്ടും ഈ പറയുന്ന ഇതുപോലെ സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഗൗരവമുള്ള കേസുകൾ. നമുക്ക് നോക്കുമ്പോൾ പിണറായി വിജയൻ്റെ കേസാണ്, നമുക്ക് വലിയ ഗൗരവമുള്ള ഒറ്റ കേസേ ഉള്ളൂ. അവർക്കൊന്നുമല്ല, അവരെന്നേരം മാറ്റി വെക്കാൻ പറയുമ്പോൾ മാറ്റി വെക്കും. അങ്ങനെ ഇത്രയും ദിവസം ഇത് മാറ്റി വെച്ച് പോകുന്നത്. അല്ലാതെ ഈ പറയുന്ന കാര്യങ്ങളല്ല ഇതിൻ്റെ പുറകിലുള്ളത്. ഇത് പിന്നെ എന്തിന് പിണറായി വിജയൻ ഈ പറയുന്ന പോലെ നമ്മുടെ പ്രധാനമന്ത്രിയെ കാണുന്നതെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ പ്രധാനമന്ത്രി കാണാതിരിക്കാനൊക്കെ ഞാൻ പറയുന്ന ആൾ ഡെയിലി പോയി കാണണം. ആഴ്ച ഒരിക്കൽ പോയി കണ്ടിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനൊക്കെ ചെയ്യുന്നു. സ്റ്റാലിൻ വലിയ ന്യായമൊക്കെ പറയും. സ്റ്റാലിൻ വലിയ ന്യായമൊക്കെ പറയും. പിണറായി ഇല്ല, BJP ഇല്ല. സ്റ്റാലിന് 24 മണിക്കൂർ ആ സംസ്ഥാനത്തിലേക്ക് വേണ്ട മൊത്തം കാര്യങ്ങളും അവിടെ പോയി ഇരുന്ന് മേടിച്ച സംസ്ഥാനത്ത് വികസനം നടത്തുന്നുണ്ട്. നമ്മുടെ അടുത്ത സംസ്ഥാനം. ഇവിടെ എന്തെങ്കിലും കാര്യത്തിന് അങ്ങോട്ട് പോയാൽ ഇപ്പം എയർപോർട്ടിൽ പിണറായി വിജയൻ പ്രധാനമന്ത്രി വന്നാൽ പിണറായി വിജയൻ ചെന്നൊരു ബുക്ക് കൊടുത്താൽ അന്നേരത്തേക്ക് സതീശൻ പറയും, കണ്ടോ അയ്യോ പിന്നെ അത് പാടുണ്ടോ? പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം വരുമ്പം സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹത്തെ സ്വീകരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കേന്ദ്രത്തിൽ നിന്ന് വേണ്ട ഫണ്ടുകൾ കൊടുക്കുന്നതിന് ഉപരി കൂടുതൽ വേണമെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ അല്ലെങ്കിൽ പ്രോജക്റ്റുകൾ കൊണ്ട് കാണിച്ച് അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് ഒരു മുഖ്യമന്ത്രി പറയുന്നതിനകത്ത് എന്താ തെറ്റ്? മാത്രവുമല്ല, നമ്മുടെ ഈ ഇദ്ദേഹത്തെ പ്രധാനമന്ത്രിയെ പരിശോധിക്കുമ്പോൾ അദ്ദേഹം പാർട്ടി നോക്കിയും അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ നോക്കിയും ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും വികസനത്തിന് വേർതിരിവ് കാണിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ട് നമ്മൾ തോന്നിയിട്ടില്ല. പ്രതിപക്ഷം ഇരിക്കുന്നിടത്ത് എല്ലായിടത്തും സമഗ്രമായ വികസനം, കേരളത്തിലുടനീളം എല്ലായിടത്തും സമഗ്രമായ വികസനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഭരണാധികാരികളോട് ഏത് പാർട്ടിയായാലും അതേ സമീപനം സ്വീകരിക്കുന്ന ഒരാൾ. അതുകൊണ്ട് ഏറ്റവും മമതാ ബാനർജിയോട് തന്നെ ഈ പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ സമീപനം എന്താ? എന്ത് വിഷയം ഉണ്ടെങ്കിലും വികസനത്തിൻ്റെ കാര്യം വരുമ്പോൾ അവിടെ ആവശ്യമുള്ള വികസനം, അപ്പോൾ അതേ രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ നോക്കി എത്രയോ റെയിൽവേ സ്റ്റേഷൻ വലിയ രീതിയിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഒരു എയർപോർട്ടിൻ്റെ നിലവാരത്തിലേക്ക് റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന അനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ മോദി അങ്ങനെ വികസനം നടത്താൻ പാടില്ലായിരുന്നു, പക്ഷേ അത് നടത്തുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ സംശയം എന്താണെന്ന് വെച്ചാൽ ഈ കള്ളപ്പണ കേസിൽ മുഖ്യമന്ത്രിയുടെ മകനെതിരെ സമൻസ് വന്നു. അത് സത്യമാണല്ലോ. ഈ സമൻസ് വന്നിട്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മോൻ ഹാജരാകാതിരുന്നത്? 23-ാം തീയതി ഹാജരാകേണ്ടതിനെ കുറിച്ച് പിന്നീട് ഒന്നും വരുന്നില്ല. പെട്ടെന്ന് ശിവശങ്കരൻ കയറി വരുന്നു. അപ്പം വീണ വിജയൻ എന്ന് പറഞ്ഞ മകള്, വിവേക് എന്ന് പറയുന്ന മകന്, രണ്ടുപേരും അഴിമതി കേസിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ അതിന് ന്യായീകരിക്കേണ്ടി വരില്ല. ഇപ്പോൾ കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് ഭരണമായിരുന്നെങ്കിൽ ഇവിടെ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടായേനെ. എന്തുകൊണ്ടാണ് പ്രതിപക്ഷ കക്ഷികൾ ഇത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാത്തത്? സിനുജി, ഇതിനകത്ത് പ്രതിപക്ഷ കക്ഷികൾ ഇത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വരാത്തതല്ല, ഉയർത്തിക്കൊണ്ട് വന്നതിന് ശേഷം ആ ഒരു അതേൽ പിടിച്ച് മുന്നോട്ട് പോകുന്നതിന് ഉള്ള എവിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നിൽക്കുന്നത്. ഇപ്പം തന്നെ പിടിവള്ളിയില്ല. ഇപ്പം തന്നെ ഞാൻ ഇതിനകത്ത് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. എനിക്ക് നരേന്ദ്രമോദിയെ പറ്റി ഒരു അഭിപ്രായ വ്യത്യാസമുള്ള ആളല്ല. എനിക്ക് അദ്ദേഹത്തെ പറ്റി വളരെ വലിയ ബഹുമാനമുള്ള, ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു പ്രധാനമന്ത്രി എന്നുള്ളത്. അയാൾ ഒരിക്കലും പിണറായി വിജയൻ അവിടെ ചെന്നിട്ട് എൻ്റെ മോനെ രക്ഷിക്കണം, എൻ്റെ മോളെ രക്ഷിക്കണം എന്ന് പറയുന്ന വർത്തമാനം അവിടെ തുടങ്ങി അവിടെ നിർത്തുന്ന ആളാണ്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ആൾ തന്നെ ഞാൻ മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഏറ്റവും അവസാനം സ്വർണ്ണക്കട സ്വർണ്ണം പറഞ്ഞാൽ എന്തുകൊണ്ട് അതേ പിടിക്കുന്നിരുന്നു? ഇപ്പം തന്നെ സ്വർണ്ണത്തിൻ്റെ പാളിയെ പിടിച്ചേക്കും. സ്വർണത്തിന്റെ പാളിയുടെ വിഷയം ഇന്നലെ എന്തോയി? സ്വർണത്തിന്റെ പാളിയുടെ വിഷയം ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ എന്തുവാണ്? ഡൽഹിയിലെ പത്രസമ്മേളനം ശ്രദ്ധിച്ചോ? 17-ാം തീയതി ഒരു പീഠം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോറ്റി, അവൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ആരോപണം കൊണ്ടുവന്നു. അന്വേഷിച്ചു, പീഠം കണ്ടെത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് പീഠം കണ്ടെത്തി. 20-ാം തീയതി ആയിരുന്നല്ലോ ഈ പറയുന്ന സംഗമം. അപ്പം 17-ാം തീയതി ഈ വിഷയമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു
ഒരു വലിയ സാധനമായിട്ട് വരുന്നതിൻ്റെ പുറകിൽ ആരോ ഉണ്ടല്ലോ. ഞങ്ങളിപ്പം ഇന്നലെ ഇതിപ്പോൾ ഉൾട്ടടിക്കാൻ പോവാ. ഇന്നലെ വാസവനും മുഖ്യമന്ത്രിയും പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അന്വേഷിക്കട്ടെ, കോടതി അന്വേഷിക്കുന്നതിൻ്റെ പിറകിലാണ് ഞങ്ങൾ. കോടതിയുടെ അന്വേഷണത്തിനകത്ത് ആർക്കും ഇടപെടാൻ പറ്റത്തില്ലല്ലോ. അന്വേഷിച്ചതിൻ്റെ സത്യാവസ്ഥയിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കണം. ഇപ്പം അന്വേഷിച്ച് വന്നപ്പോഴെന്ത് ഉദ്യോഗസ്ഥന്മാരാണല്ലോ. ദേവസ്വം ബോർഡിനകത്ത് അന്നെടുത്ത തീരുമാനം ഉൾപ്പെടെയുള്ളത് ദേവസ്വം ബോർഡ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെളിയിൽ കൊണ്ടുപോകാനോ അയാളെ കൊണ്ട് ചെയ്യിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെളിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ട്. അപ്പം ഇപ്പം അവസാനം കോൺഗ്രസ് വീണ്ടും ഇപ്പം ചോദിച്ച യോഗത്തിന് ഉത്തരം കോൺഗ്രസ് ഇതിനകത്ത് വിടും. കാരണം ഇതിനകത്ത് അവസാനം ഇത് നേരത്തെ മോൻസൺ മാവുകളുടെ കേസ് പോലെ ഉണ്ണിക്കണം പോറ്റിയാലും അകത്തു, മനസ്സിലായി, പോറ്റി വെളി വരാത്തോണകത്തു. അവസാനം ഇത് അന്വേഷിച്ച് ഇത്തരത്തിൽ ദേവസ്വം ബോർഡിനകത്ത് അമ്പലത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഇറങ്ങിയ ഒരു ദേവസ്വം ബോർഡിനെയും ഒരു സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നു. അവസാനം അന്വേഷിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കടത്തുന്നതിനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാഫിയയും ഇതിനകത്തുണ്ടെന്ന് കണ്ടുപിടിക്കേണ്ട ഒരവസ്ഥയിലേക്ക്. മാത്രമല്ല ഈ കേസ് കോടതി കൊണ്ട് കൊടുത്തതാരാ? ദേവസ്വം കമ്മീഷനാണോ കൊടുത്തത്? ആണോ? ദേവസ്വം കമ്മീഷൻ ആരുടെ ഭാഗമാണ്? സർക്കാർ പറയാതെ കൊടുക്കുമോ? അത് അവസാനം കൊണ്ടു കൊടുത്തേരാ. അപ്പം ആരാ? അപ്പം ഈ അവസാനം അത് അതേ രീതിയിൽ വരും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരും. അപ്പം ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞാൽ ഇവർ പല വിഷയങ്ങളും എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എടുത്തുകൊണ്ട് വരുന്ന വിഷയത്തിനകത്ത് ആ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇപ്പം തന്നെ നമ്മുടെ PC ജോർജിന്റെ മകനുണ്ടല്ലോ, ആരാ? ഷോൺ ജോർജ് ഈ വീണ വിജയനെതിരെയുള്ള വിഷയം എടുത്തുകൊണ്ട് വന്നായിരുന്നു. വീണ വിജയൻ അതേ സ്ഥാനത്ത് തന്നെ സുപ്രീം കോടതി വക്കീല മറ്റേ MLA യുടെ പേരെന്തോ, കോൺഗ്രസിന്റെ മറ്റേ പോട്ടെ, കോൺഗ്രസിന്റെ MLA അയാൾ കൊണ്ടുവന്നല്ലോ. അയാൾ സുപ്രീം കോടതി വക്കീല. അയാളുടെ കേസുകൾ ആ കോടതിയിൽ വിജിലൻസ് അന്വേഷിക്കണം, അതിനെപ്പറ്റി അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് പലവട്ടം വന്നപ്പോൾ അവിടെ നിന്നെല്ലാം പള്ളിപ്പോൽ ഷോൺ അതിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് വന്നു. ഈ പറയുന്ന വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പം ED അന്വേഷിക്കണം, അല്ലെങ്കിൽ മറ്റ് പല ഏജൻസികളും അന്വേഷിക്കണം, അല്ലെങ്കിൽ ആ അന്വേഷണത്തിൽ അത് കുരുക്കിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ അവരെ പ്രതി ചേർക്കണം എന്ന് കോടതി ഇടപെട്ട് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് ഇല്ല. കോൺഗ്രസ് ഇതിനകത്ത് ഇപ്പം നേരത്തെ പറഞ്ഞ ആ MLA മാത്യു കുഴൽനാടൻ കൊണ്ടുവന്നെങ്കിലും പിന്നീട് വന്നപ്പോൾ മാത്യു കുഴൽനാടിനെതിരെ കേസ് വന്നു. അതുകൊണ്ട് അയാൾ അതിനകത്തുനിന്ന് പതുക്കെ ഡീവിയേറ്റ് ചെയ്ത് മാറുന്നു. മനസ്സിലാവുന്നുണ്ട്. ഡീവിയേറ്റ് മാത്രമല്ല മാത്യു കുഴൽനാടിൻ്റെ കോടതി ചോദിച്ചു എന്തുവാണ് ഇതിങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് വന്നാൽ മതിയോ? അത് മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ അത് തെളിവ് കൊണ്ടുപോവാ. നിങ്ങൾ ചുമ്മാ അങ്ങനെ പറഞ്ഞിട്ട് ഇത് അന്വേഷിക്കാനും പറ്റുന്ന ഒക്കത്തില്ല. ഏജൻസികൾ കൊണ്ടുവരുന്നതനുസരിച്ച് ഇതിനകത്ത് നിങ്ങൾ പറയുന്നതനുസരിച്ച് തോലനം ചെയ്ത് നോക്കുമ്പോൾ ഒരു തെളിവില്ല. അപ്പോൾ ആ രീതിയിലേക്കല്ലേ കാര്യങ്ങൾ. അപ്പം പറഞ്ഞു വന്നത് ഈ പറയുന്നത് പോലെ ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അവിടുത്തെ രാഷ്ട്രീയം എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഉള്ള രാഷ്ട്രീയം കോൺഗ്രസിനുണ്ടോ? ഇവിടുത്തെ പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയം, കേരളത്തിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആകപ്പാടെയുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ BJP വർഗീയ പാർട്ടിയാണ്, മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല. മനസ്സിലായി? വർഗീയ പാർട്ടിയല്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി, ആ പേരുള്ള പാർട്ടി, മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന പാർട്ടി, ഈ SDPക്കാരന് വേണ്ടി സംസാരിക്കുന്ന പാർട്ടി, അല്ലെ PFIക്കാരന് വേണ്ടി നിൽക്കുന്ന പാർട്ടി, ആ പാർട്ടി വർഗീയ പാർട്ടിയല്ല. BJP വർഗീയ പാർട്ടിയായിട്ട് BJP വർഗീയ പാർട്ടിയാണ്. BJP വർഗീയ പാർട്ടി ആയിക്കോട്ടെ. BJP വർഗീയ പാർട്ടി ആണെങ്കിൽ ഓട് പൊളിച്ചിറങ്ങിയതല്ലല്ലോ BJPയുടെ സർക്കാർ. 3 പ്രാവശ്യം ഇപ്പോൾ തുടർച്ചയായിട്ട് 3ാമത്തെ പ്രാവശ്യം അധികാരത്തിൽ വന്നല്ലോ. ഓട് പൊളിച്ച് ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഇവർ പറയുന്ന ന്യായവും മതേതര ജനാധിപത്യവും അല്ലെങ്കിൽ അത്തരത്തിൽ 65 കൊല്ലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഇവർക്ക് ഈ പറയുന്ന പോലെ അത് വീണ്ടും ബോധ്യപ്പെടുത്താൻ പറ്റാത്തൊരു സ്ഥാനത്ത്, ഇവരുടെ ഭാഷയിൽ പറഞ്ഞ വർഗീയ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയല്ലേ അവിടെ അധികാരത്തിൽ വരുന്നത്. ആ പാർട്ടിയെ മാറ്റി നിർത്താൻ എന്താ പറ്റാത്തത്? അത് ആ ഒരു രാഷ്ട്രീയം ഇന്ത്യയിലുടനീളം കളിച്ചിട്ട് കോൺഗ്രസ് പരാജയപ്പെട്ടു. ഇവർ പറയുന്നതൊന്നുമല്ല ശരി. BJP വർഗീയ പാർട്ടിയല്ല, അല്ലെങ്കിൽ BJP ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ആണ് BJP ഒരുപക്ഷെ വടക്കേ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂരിപക്ഷം, കേരളം മാത്രമല്ല ഇല്ലാത്ത ബാക്കിയുള്ളടത്തൊന്നും അധികാരത്തിൽ വരുന്നത്. ഇവിടെയും അവരുടെ ആ രാഷ്ട്രീയം പയറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വർഗീയ ധ്രുവീകരണം നടത്തിയാൽ മാത്രമേ ഒരുപക്ഷെ വീണ്ടും അധികാരത്തിൽ വരാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിക്കുന്ന പാർട്ടി കോൺഗ്രസ്സാണ്. അത് മാത്രം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശബരിമല വിഷയത്തിനകത്ത് CPM ഏറ്റെടുത്തല്ലോ, BJP ഏറ്റെടുത്തല്ലോ. കാരണം BJPയുടെ അഭിപ്രായം ആകപ്പാടെ ഒരു മുദ്രാവാക്യം കേരളത്തിൽ ശബരിമല ഉള്ളായിരുന്നു. അത് ആ മുദ്രാവാക്യം വെച്ചിട്ട് വോട്ട് പോകും, അല്ലെങ്കിൽ അവരുടെ ഭാഗം നിന്ന് ഭൂരിപക്ഷ ഹിന്ദുക്കളാണ്, ആ വോട്ട് പോകണ്ട, അതിനകത്ത് മാപ്പ് പറഞ്ഞ് ശബരിമലയുടെ ഭാഗം നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ CPM ചെയ്തു. അപ്പോൾ അതിനകത്ത് അവർ, പക്ഷേ കോൺഗ്രസ് എന്താ അതിനകത്ത് ഏറ്റെടുക്കാൻ? കോൺഗ്രസ് ഈ സ്വർണ്ണപ്പാളിയുടെ വിഷയമാണല്ലോ വന്നത്. അതിന് മുമ്പ് എന്താ കോൺഗ്രസിന്റെ VD സതീശൻ ഏറ്റെടുക്കാഞ്ഞ്? ഞാൻ ചോദിച്ചോട്ടെ, നേരത്തെ ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ. അപ്പം അവർക്ക് എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്തോ, ഞങ്ങൾ മുസ്ലിങ്ങളുടെ പാർട്ടിയാണ്,
അയ്യപ്പൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ പോലും അവർക്ക് അതൃപ്തി വരും. അതെ. അതുകൊണ്ട് ഇവിടെ ഇവർ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കരുണാകരൻ എന്ന് പറഞ്ഞതും ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ നേതാക്കന്മാർ കോൺഗ്രസ് ഉണ്ടായിരുന്നു. കരുണാകരൻ ഈ പറയുന്ന മുസ്ലിം ലീഗിനെ അദ്ദേഹത്തിന്റെ കൂടെ നിർത്തുമായിരുന്നു, അല്ലെങ്കിൽ മാണി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൂടെ നിർത്തുന്നു, ബിഷപ്പുമാരെ കൂടെ നിർത്തുന്നു. പക്ഷേ എല്ലാ മാസവും മലയാള മാസം 1-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് കാറ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് ഇതിനകത്ത് എഴുതി കാണിക്കും. ഇപ്പോൾ ഈ ഫ്ലാഷ് ന്യൂസ് കാണിക്കുന്നുണ്ട്, കൊറോണവരൻ ഗുരുവായൂർ പോകുന്നു, അവിടെ ചെന്ന് തൊഴുന്നത് വാർത്ത. എന്തുവാ, കരുണാകരൻ ഭക്തി കൊണ്ടാണ് പോകുന്നത്. പക്ഷേ ആ വാർത്ത കൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളെ മൊത്തം അയാളുടെ പുറകിൽ നിർത്താനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഹിന്ദുക്കൾക്ക് അത് മതി. എടാ മുസ്ലിം കരുണാകരൻ ചെയ്യണം, ഗുരുവായൂരപ്പൻ്റെ അടുത്ത് മറ്റൊരു. അപ്പം അതേ രീതിയിലുള്ള നേതാക്കന്മാർ ഇവർ വിചാരിക്കുന്നു പറഞ്ഞാൽ ഇവർ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഭാഗം, ന്യൂനപക്ഷത്തിന്റെ ഭാഗം നിൽക്കുന്ന പാർട്ടി, അതിനകത്ത് എന്തെങ്കിലും കുഴപ്പം വന്നാൽ അവർക്ക് അധികാരത്തിൽ വരാൻ സാധിക്കത്തില്ല, ഹിന്ദുക്കൾ അങ്ങ് ചെയ്തോളും. ആ ഒരു പൊളിറ്റിക്സേ ഉള്ളൂ. അപ്പം ഞാനീ പറഞ്ഞത് ഈ ആരോപണത്തിന്റെ പിറകിലെങ്ങും ഒരു കഴമ്പുമില്ല. ഈ പറയുന്ന മോദിയുടെ മകനൊന്നും അല്ല ഈ പറഞ്ഞതുപോലെ പിണറായി വിജയൻ്റെ മകൻ്റെ പുറകിൽ ആരോപണം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റെടുത്ത് സംസാരിക്കുന്നവർ അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ പോയിട്ടുള്ളവർ ED എന്തുകൊണ്ട് ഇതുവരെ നോട്ടീസിന് ഫോളോ അപ്പ് നടത്തിയില്ല? അത് തന്നെയല്ലേ എൻ്റെ കുറ്റം. അപ്പോൾ അതിനകത്ത് ആരെയാണ് പഴിക്കുന്നത്? ആരാണ് സ്വാധീനം ചെയ്തത്? അപ്പോൾ ഇതിനകത്ത് ഇത് ചുമ്മാതുള്ളൊരു രാഷ്ട്രീയ വൈരത്തിൻ്റെ പുറകിൽ സംസാരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ ഒക്കത്തുള്ളൂ. അതിനകത്ത് ഈ വിഷയത്തിനകത്ത് അടിസ്ഥാനപരമായിട്ട് പിണറായി അല്ല ഉന്നമിക്കുന്നത്. ആരെയാണ് ഈ പറയുന്ന ആൾക്കാർ ഉന്നമിക്കുന്നത്? ശരിക്കും പറയുന്നത് നരേന്ദ്രമോദിയും BJPയും. നമുക്ക് നോക്കാം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.